ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ സൗദി വന്നിട്ട് 2.5 മാസം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതെന്റെ സൗദിയിലെ ലാസ്റ്റ് വീക്കെൻഡ് ആയതുകൊണ്ടും ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ് എയർപോർട്ട്. ചിലപ്പോഴൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ തലയ്ക്ക് മണ്ടയ്ക്കാണോ ഫ്ലൈറ്റ് പോകുന്നതെന്ന് പോലും തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്ഥിരം സ്പോട്ട് കാണിക്കാമെന്ന് കരുതി. എന്റെ കേരട്ടൻ ചില സമയത്ത് ഈ റൂട്ടിൽ കൂടെ കൊണ്ടുവരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് അറബിനെ പേടിച്ചിട്ടല്ല, ഞാൻ നിന്ന നിപ്പിന് തിന്നു തീർക്കുന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്പോട്ട് കാണണ്ടേ? എന്റെ മോനെ, നിങ്ങൾ ഈന്തപ്പഴം മരത്തിൽ നിൽക്കുന്ന കണ്ടില്ലെങ്കിൽ വാ, സൗദിയിലോട്ട് വാ. ഇവിടെ ഈന്തപ്പഴത്തിന് തമീർ എന്ന് പറയും. ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. അങ്ങനെ 2 തമീറും കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഗൈസ്. ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് ഈന്തപ്പഴത്തിന്റെ മരമാണ് ഗൈസ്. ഇതൊക്കെ അറബികളുടെ വീടാണ് കേട്ടോ. പണ്ട് ഫാദർ മഞ്ചേലി അച്ഛൻ പറഞ്ഞതുപോലെ അതിഭീകരമാണ് സുഹൃത്തുക്കളെ ഓരോ വീടുകളും. ഇവിടുത്തെ ഓരോ വീടിന്റെ സൈസും കാണുന്നേരം നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്തിന്റെ ആൾക്കാർ താമസിക്കുന്നതിനുള്ള സ്ഥലമുണ്ട് ഗൈസ്. എന്റെ ജീവിതത്തിൽ കാണാത്ത കാറുകളൊക്കെ ഞാനിവിടെ കണ്ടു ഗൈസ്. റോട്ടിൽ ഈ മരം വെച്ച് കൊതി തീരാത്തതുകൊണ്ട് വീടിന്റെ അകത്തും ഈ മരം വെച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ 2 പേർക്കും എന്നും മിസ് ചെയ്യാത്ത ഒരു മെയിൻ സ്പോട്ടിലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ വരുന്ന സ്ഥിരം പാർക്ക്. കണ്ടില്ലേ, ഉമ്മച്ചിമാരും അറബികളും കൂട്ടം കൂടി ഫുഡ് കഴിക്കുന്നത്. ഈ വീക്കെൻഡിൽ ഇതിൽ ഉമ്മച്ചിമാർക്ക് അറബികൾക്കുള്ളതാണെങ്കിൽ വീക്ക് ഡേയ്സിൽ എനിക്ക് എന്റെ കേരളത്തിനുള്ളതാണ് ഈ 30 ഏക്കർ. കണ്ടില്ലേ അറബികളെ, എന്തായാലും ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ചേട്ടായി എന്നെ പഠിപ്പിച്ചിട്ട് ഒരേ ഒരു ഡയലോഗാണ്. ഏത് അറബി വന്ന് ചിരിച്ചാലും അസ്ലാം അലൈക്കും വാലൈക്കും അസ്ലാം റഹ്മത്തുള്ള ബർക്കാത്തു എന്നുള്ള ഈ ഡയലോഗ്. നിങ്ങളൊരു സത്യാവസ്ഥ അറിയണം, ഈ ഡയലോഗ് പഠിക്കാൻ വേണ്ടി ഞാൻ 2 ആഴ്ചയാണ് എടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആരെ കണ്ടാലും ഈ ഡയലോഗ് പറയണം. പിന്നീടാണ് മനസ്സിലായത് അറബികൾ അസ്ലാം അലൈക്കും പറഞ്ഞാലേ വാലൈക്കും അസ്ലാം എന്ന് തിരിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഈവനിങ് ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴാണ് നല്ല വിശപ്പ്. എന്നാ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാലോന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ദാ കിടക്കുന്നു നമ്മുടെ ചക്കപ്പഴം. ഇവിടുത്തെ 1 റിയാലാണ് നാട്ടിലത്തെ 22 രൂപ. അപ്പോൾ ഏകദേശം നാട്ടിലത്തെ 650 രൂപയാണ് ഈ 10 ചൊള ചക്കയ്ക്ക്. റംബൂട്ടാനും സ്ട്രോബെറിക്കും അതേ വിലയാണ് ഗൈസ്. അടുത്താണ് ഒരു മാങ്ങാപ്പഴം. ഇവിടുത്തെ 25 റിയാലാണ് ഗൈസ്. അപ്പോൾ നാട്ടിലത്തെ ഏകദേശം 500 രൂപ ഒരു മാങ്ങയ്ക്ക്. അടുത്തത് ചേട്ടയുടെ ആവശ്യം പ്രകാരം ചക്കക്കുരു വാങ്ങി ഗൈസ്. 350 ഗ്രാം ചക്കക്കുരുവിന് 7 റിയാൽ കൊടുത്തു. അപ്പോൾ നാട്ടിലത്തെ ഏകദേശം 150 രൂപ. അങ്ങനെ ചക്കപ്പഴം കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം സന്തോഷകരമായി പൂർത്തിയാക്കി ഗൈസ്.